ഇത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിനെ ബേസ് ചെയ്ത് വരുന്ന നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യനകത്ത് പറയുന്നത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ റേഷ്യോ അതെപ്പോഴാണ് 3 വർഷം കഴിയുമ്പോഴും 2 വർഷം കഴിയുമ്പോൾ ഉള്ള കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ റേഷ്യോ വന്നിട്ടുണ്ട് 273 152. നമ്മളൊക്കെ പറഞ്ഞിരിക്കുന്നത് അതിന്റെ റേറ്റ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കാണ്. ആദ്യം നമുക്ക് ഇത് നോർമലായിട്ട് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം, എന്നിട്ട് ഷോർട്ട് കട്ട് നോക്കാം. നോർമലായിട്ട് ചെയ്യുവാണെങ്കിൽ നമുക്കറിയാം എമൗണ്ട് ടു 3 വർഷം കഴിയുമ്പോഴുള്ള എമൗണ്ട് ടു എന്ന് പറയുന്നത് എന്തായിരിക്കും? നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടി, പ്രിൻസിപ്പളിന് ഒരു ഇൻട്രസ്റ്റ് കിട്ടി, അത് ആഡ് ചെയ്യുന്നതായിരിക്കും എന്ത് വരുന്നത്, എമൗണ്ട് ടു വരുന്നത്. അപ്പം നമുക്ക് 3 വർഷത്തെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാനായിട്ട് 3 വർഷത്തെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാനായിട്ട് നമുക്കാണെങ്കിൽ എന്ത് ചെയ്യാം? നമ്മുടെ പി ആണ് സം എന്ന് പറഞ്ഞെടുത്തു കഴിഞ്ഞാൽ പി പ്ലസ് 1/r/100 1/r/100 ഇത് എമൗണ്ട് ടു ആവും. 3 വർഷം എമൗണ്ട് ടു ആവും. അതിൽ നിന്ന് പി കുറയ്ക്കുവാണ്. ഇത് എമൗണ്ട് ടു, ഇത് പി. ഓക്കെ, അതായത് ഇനിഷ്യലി എടുത്ത സമ്മ് അത് കുറച്ച് കഴിഞ്ഞാൽ എന്ത് കിട്ടും? നമുക്ക് ആക്ച്വലി നമ്മുടെ 3 വർഷത്തേക്കുള്ള ഇൻട്രസ്റ്റ് കിട്ടും. അതുപോലെ തന്നെ 2 വർഷത്തേക്കുള്ളതാണെങ്കിലോ പി ഇൻറ്റു 1 പ്ലസ് r/100, ആർ എന്ന് പറഞ്ഞാൽ റേറ്റ് പെർസെൻറ്റേജ്, റേസ്റ്റ് ടു മൈനസ് പി. ഓക്കെ, ഞാൻ സപ്പോസ് ഇതിൻ്റെ റേഷ്യോ എടുക്കാമെന്ന് വിചാരിക്കാം. ഞാൻ ഈ സാധനത്തിൻ്റെ റേഷ്യോ എടുക്കാമെന്ന് വിചാരിക്കുക. എന്നിട്ട് ആറിനെ ഞാൻ ഇനി റെപ്രസെൻറ്റ് ചെയ്യാൻ പോകുന്ന ആർ പെർസെൻറ്റേജ് എന്നായിരിക്കും റെപ്രസെൻറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ റേഷ്യോ എടുത്തു കഴിഞ്ഞാൽ പി ഇൻറ്റു 1 പ്ലസ് ആർ പെർസെൻറ്റേജ് ക്യൂബ് മൈനസ് പി, ദെൻ പി ഇൻറ്റു 1 പ്ലസ് ആർ പെർസെൻറ്റേജ് ടു പി. ഒന്നുകിൽ ആർ പെർസെൻറ്റേജ് എന്ന് എഴുതാം, അല്ലെങ്കിൽ ആർ പെർസെൻറ്റേജിന് ഈ r/100 പകരം നമ്മളൊരു വേറെ വാല്യൂ അസ്യൂം ചെയ്യുന്നു, എ എന്ന് പറഞ്ഞ് അസ്യൂം ചെയ്യുന്നു. അങ്ങനെ ഇനി കൊടുക്കാം. ഞാനിപ്പോൾ എ എന്ന് ആക്കിയേക്കാം. ഓക്കെ, ഇത് എ. ഓക്കെ, നമുക്ക് ഇതിൽ നിന്ന് പി കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ കട്ട് ചെയ്യാൻ പറ്റും അല്ലേ? പി കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ കട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ബാക്കി പോയിട്ട് എന്ത് വരും? ബാക്കി പോയിട്ട് വരാൻ പോകുന്നത് 1 പ്ലസ് എ ക്യൂബ് മൈനസ് 1 പ്ലസ് എ സ്ക്വയർ 1 പ്ലസ് എ ദ ഹോൾ സ്ക്വയർ മൈനസ് 1 ആയിരിക്കും. ഇത് സോൾവ് ചെയ്യുമ്പോൾ എത്ര വരും? 1 3a സ്ക്വയർ 3a ക്യൂബ് മൈനസ് 1. ഓക്കെ, ഇവിടെയാണെങ്കിൽ 1 പ്ലസ് 2a പ്ലസ് എ സ്ക്വയർ മൈനസ് 1. മൈനസ് 1 പ്ലസ് 1 ക്യാൻസൽ ചെയ്യും. ഇവിടെ മൈനസ് 1 പ്ലസ് 1 ക്യാൻസൽ ചെയ്യും. ഓക്കെ, ഇനി മുകളിൽ നിന്ന് താഴെ നിന്ന് നമുക്കൊരു എ കോമൺ ആയിട്ട് എടുക്കാം. എ കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ബാക്കി എ സ്ക്വയർ 3a പ്ലസ് 3 മുകളിൽ വരും. അതുപോലെ തന്നെ താഴെ എ പ്ലസ് 2 എന്നും പറഞ്ഞു വരും. ഇതല്ലേ ആക്ച്വലി 273/152. സോ നമുക്ക് ഇതിനെ സോൾവ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ആൻസർ കിട്ടും. ഒന്നാമത്തെ മെത്തേഡ് ഇതിനെ സോൾവ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ആൻസർ കിട്ടും. ഇതാണ് ഒറിജിനൽ മെത്തേഡ്. ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അപ്പോൾ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കിട്ടും. ആ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, അതൊന്നാമത്തെ മെത്തേഡ്. പക്ഷേ ഇതിനേക്കാളും വലിയൊരു ഷോർട്ട് കട്ട് ഉണ്ട്. ചിലപ്പോൾ നമ്മൾ ഷോർട്ട് കട്ട് മറന്നു പോകും. അതുകൊണ്ടാണ് നമ്മൾ ആദ്യമേ ഇനീഷ്യലി ഡയറക്റ്റ് മെത്തേഡ് കാണിച്ചു തന്നെ. ഓക്കെ, ഇതും വേണമെങ്കിൽ ഇവിടെ വെച്ച് നമുക്ക് ഷോർട്ട് മെത്തേഡ് എന്ന് പറഞ്ഞ് എടുക്കാം. അതായത് ഇത് സ്റ്റെപ്പ് വന്ന് നിൽക്കുന്നത് ഈ ഒരു പ്രോസസ്സിലാന്ന് പറഞ്ഞ് നമുക്ക് എടുക്കാം. ഓക്കെ, ഈ ഷോർട്ട് കട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, ഷോർട്ട് കട്ട് ചെയ്യാനായിട്ട് ആദ്യം ചെയ്യേണ്ട, ഇപ്പൊ 3 വർഷത്തെയും 2 വർഷത്തെയും കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് തന്നിട്ടുണ്ടെന്ന് വിചാരിക്കാം. അപ്പൊ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഇതിനെ ഈ ഒരു ഫോർമാറ്റിലോട്ട് ആക്കണം. അതായത് രണ്ടാമത്തെ വർഷത്തെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ നിന്ന് മൂന്നാമത്തെ വർഷത്തെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ നിന്ന് രണ്ടാമത്തെ വർഷത്തെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കുറച്ചിട്ട് അതിന്റെ റേഷ്യോ എടുക്കുക. ഇവിടെ റേഷ്യോ തന്നിട്ടുള്ളതുകൊണ്ട് കുറയ്ക്കുമ്പോഴും കുഴപ്പമുണ്ടാകത്തില്ല. അതായത് ഞാനിപ്പോൾ ഇത് 273 എക്സും 152 താഴെ 152 എന്ന് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് കഴിഞ്ഞാലും പ്രശ്നമില്ല. ആ എക്സും ക്യാൻസൽ ചെയ്ത് പോകും. ഓക്കെ, അപ്പോൾ എനിക്ക് മുകളിൽ 121/152 എന്ന് പറഞ്ഞ് എനിക്ക് എഴുതാം. കറക്റ്റ് അല്ലേ? 121/152. ഇനി
എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇതിനെ എങ്ങനെയെങ്കിലും എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ എക്സ് ഇൻറ്റു വൈ ഇൻറ്റു എക്സ് പ്ലസ് 5 എന്നൊരു ഫോർമാറ്റിലോട്ട് എഴുതണം. ഇതിനെങ്ങനെയെങ്കിലും എക്സ് സ്ക്വയർ ഇൻറ്റു വൈ ഇൻറ്റു എക്സ് പ്ലസ് 5 എന്നൊരു ഫോർമാറ്റിലോട്ട് എഴുതണം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ മുകളിൽ കുഴപ്പം കാണത്തില്ല. ഓക്കെ, ഇത് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ എക്സിൻ്റെ വാല്യൂ പ്രശ്നം ഉണ്ടാകത്തില്ല. കാരണം നമുക്കറിയാം എക്സ് എന്ന് പറയുന്നത് 11 അറിയാം. എക്സ് എന്ന് പറയുന്നത് 11 നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. ഓക്കെ, 11 പറഞ്ഞ് കിട്ടും. അപ്പോൾ 11 അത് ഓക്കെയാണ്. ഇനി വൈ കണ്ടുപിടിക്കണം. ഇവിടെയാണെങ്കിൽ ഒരു 11 പ്ലസ് വൈ എന്നൊരു ഫോർമാറ്റിലോട്ടും ഈ ഒരു സാധനം മാറണം അല്ലേ? അതാണ് കുറച്ചുകൂടി പാടായിട്ട് വരുന്നത്. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം നിങ്ങൾ 152ന്റെ ഫാക്ടേഴ്സ് ഒന്ന് എടുത്ത് നോക്കുക. ഓക്കെ, 152ന്റെ അല്ലെങ്കിൽ 152 ഫാക്ടർ ആക്കി നോക്കുക. നമുക്കിവിടെ 11 കൊണ്ട് തന്നെ നമുക്ക് ഇതിനെ 2 ഇൻറ്റു ഇപ്പോൾ 76 അതെടുക്കണ്ട, അതൊന്നും എടുക്കണ്ട. ഇനിയിപ്പോൾ അടുത്ത വരുന്നത് എന്തുവാ? 4 ഇൻറ്റു എനിക്ക് വേണമെങ്കിൽ ഇതിനെ 38 എന്ന് പറഞ്ഞെടുക്കാം. ഇതും എടുക്കണ്ട, കാരണം ഇവിടെ വരുന്ന വാല്യൂ 11ന്റെ അടുപ്പിച്ച വാല്യൂ ആണ്. അപ്പോൾ ഈ വൈൻ്റെയും 11നോട് അടുപ്പിച്ചുള്ള വാല്യൂ ആയിരിക്കണം വരുന്നത്. അപ്പം അങ്ങനെ ആലോചിച്ച് വെക്കുക. ഓക്കെ, അടുത്ത് എന്തായിരിക്കും വരുന്നത്? 8 ഇൻറ്റു എനിക്ക് 19 എടുക്കാം. 8 ഇൻറ്റു 19 എടുക്കാം. ഇതിൻ്റെ ഒരു ഫാക്ടറാണ് ഇത് ഏകദേശം ഓക്കെയാണ്. കാരണം നമുക്ക് ഈ കിടക്കുന്ന ഐറ്റത്തിനോട് ഈക്വൽ ആയിട്ടുള്ള വാല്യൂ ആണ് നമ്മൾ ആക്ച്വലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അതായത് വൈൻ്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഞാൻ ഫാക്ടർ എടുത്തു കഴിയുമ്പോൾ ഞാൻ സപ്പോസ് വൈൻ്റെ വാല്യൂ 8 എന്ന് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് 11 പ്ലസ് 8 കിട്ടുന്നുണ്ട്. ഓക്കെ, 11 പ്ലസ് 8 കിട്ടുന്നുണ്ട്. അതായത് ഈ 152നെ എനിക്ക് എന്ത് ഫോർമാറ്റിലോട്ട് മാറ്റണം? വൈ ഇൻറ്റു 11 പ്ലസ് വൈ എന്നൊരു ഫോർമാറ്റിലോട്ട് മാറ്റണം. അപ്പോൾ ഞാനിവിടെ 8 എടുക്കുവാണെങ്കിൽ ഇതെന്ത് കിട്ടും? 8 ഇൻറ്റു 11 പ്ലസ് 8, അതായത് 8 ഇൻറ്റു 19, അത് 152 തന്നെ വരും. സപ്പോസ് ഇത് ഞാൻ 4 ആയിരുന്നു എടുത്തിരുന്നെങ്കിൽ എനിക്ക് ഒരിക്കലും ഇത് എത്ര കിട്ടത്തില്ല? 4 പ്ലസ് 11 വരുള്ളൂ. കാരണം 11 ഇവിടെ ഫിക്സഡ് ആണ്. 11 ഫിക്സഡ് ആണ്. ഓക്കെ, നമുക്കിവിടെ 38 വന്നു കഴിഞ്ഞാൽ അത് 152 ആവുള്ളൂ. അതായത് വേറെ ഒന്നുമില്ല, ഡിനോമിനേറ്റർ കിടക്കുന്ന ഐറ്റത്തിനെ നിങ്ങൾ വൈ ഇൻറ്റു 11 പ്ലസ് വൈ എന്നൊരു ഫോർമാറ്റിലോട്ട് ഇനി മാറ്റണം. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് കിട്ടി എക്സിൻ്റെ വാല്യൂ 11 എന്നും വൈൻ്റെ വാല്യൂ 8 എന്ന് പറഞ്ഞ് കിട്ടി. എക്സിൻ്റെ വാല്യൂ 11, വൈൻ്റെ വാല്യൂ 8. അങ്ങനെയാണെങ്കിൽ നമുക്ക് റേറ്റ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കാനായിട്ട് ഓക്കെ 11 മൈനസ് 8, 11 നിന്നും 8 കുറച്ച് കഴിഞ്ഞാൽ എത്ര വരും? 3 വരും. ഓക്കെ, ഡിനോമിനേറ്ററിൽ എക്സ്, അതായത് എക്സ് മൈനസ് വൈ ഡിവൈഡ് ബൈ എക്സ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റേറ്റ് പെർസെൻറ്റേജ് കിട്ടും. ഇതിപ്പോൾ 3/8, 3/8ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പെർസെൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയാണ്? 37.5. സോ ഇതായിരിക്കും നിങ്ങളുടെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ നമ്മുടെ ഷോർട്ട് കട്ട് ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്. അപ്പോൾ നിങ്ങൾ ഷോർട്ട് കട്ടിൽ ആദ്യം ചെയ്യേണ്ടത് വേറൊന്നുമില്ല, തേർഡ് ഇയറിലെയും സെക്കൻഡ് ഇയറിലെയും കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് തമ്മിലുള്ള വ്യത്യാസം എടുക്കുക. ഓക്കെ, അതിപ്പോൾ റേഷ്യോ ആണെങ്കിൽ റേഷ്യോയിൽ ഇപ്പം ഇവിടെ 273 മൈനസ് 152 ഡിവൈഡ് ബൈ 152. ഇതിനെ നമുക്കിനി എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ വൈ ഇൻറ്റു എക്സ് പ്ലസ് വൈ എന്നൊരു ഫോർമാറ്റിലോട്ട് മാറ്റണം. ഓക്കെ, ഇതാണെങ്കിൽ 121, ഇവിടെ 152. ഓക്കെ, ഇത് തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് മനസ്സിലാവും നമുക്ക് എക്സ് എന്ന് പറയുന്നത് എത്രയായിട്ട് എടുക്കാം? 11 ആയിട്ട് എടുക്കാം. കാരണം ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ 11ന്റെ സ്ക്വയറാണ്. അപ്പോൾ എക്സ് നമ്മൾ ഫിക്സ് ആക്കി, 11 എന്ന് പറഞ്ഞ് ഫിക്സ് ആക്കി. ഇനി വൈ കണ്ടുപിടിക്കണം. അപ്പോൾ അതിനെന്താ ചെയ്യേണ്ടത്? നമുക്ക് ഡിനോമിനേറ്ററിൽ കിടക്കുന്ന എന്താ? വൈ ഇൻറ്റു എക്സ് 11 അല്ലേ? 11 പ്ലസ് വൈ, അതാണ് 152. ഓക്കെ, അതായത് ഈ 152നെ 2 നമ്പറിന്റെ മൾട്ടിപ്പിൾ ആയിട്ട് എഴുതണം. ആ നമ്പേഴ്സ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നമ്പർ വൈ ആണെങ്കിൽ ആ നമ്പറിനേക്കാളും 11 കൂടുതലായിരിക്കും അടുത്ത നമ്പർ. അപ്പോൾ ഞാൻ ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് നോക്കിയപ്പോൾ 8 ഇൻറ്റു 19 എന്ന് പറയുന്നത് എത്രയാണ്? 8 ഇൻറ്റു 19 എന്ന് പറയുമ്പോൾ 152 ആണ്. അപ്പോൾ ഇത് ഈ ഒരു ഫോർമാറ്റിൽ കിടക്കുന്നത് 8ഉം 8നേക്കാൾ 11 കൂടിയ ഒരു നമ്പറിൻ്റെ പ്രോഡക്റ്റ് ആയിട്ട്. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് വൈൻ്റെ വാല്യൂ 8 എന്ന് പറഞ്ഞ് കിട്ടും. ഇനിയിപ്പോൾ എക്സും വൈയും കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ് മൈനസ് വൈ ബൈ എക്സ് വൈ ഇൻറ്റു 100.
അതായത് ഇപ്പോൾ 11/8 കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഇക്വേഷനായിട്ടൊന്നും പഠിച്ചു വെക്കരുത്. 11/8 കിട്ടിക്കഴിഞ്ഞാൽ 11 8 തമ്മിലുള്ള ഡിഫറൻസ് മുകളിൽ എഴുതുക, താഴെയാണെങ്കിൽ 8 എഴുതുക, ഇൻറ്റു 100 എഴുതുക. എക്സും വൈയും കിട്ടിക്കഴിഞ്ഞാൽ ഈ ഒരു രീതിയിൽ വേണം നിങ്ങൾ ചെയ്യാൻ. അപ്പോൾ ഇതായിരിക്കും ഇതിൻ്റെ ഫൈനൽ ആൻസർ ആയിട്ട് വരുന്നത്.